ഒരു ഇഞ്ചും പോയിട്ട് ഞാൻ 6 സെന്റ് വില കൊടുത്തു മേടിച്ച വസ്തുവിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പൊതുമുതൽ കയ്യേറിയിട്ടില്ല, ഞാൻ പുറമ്പോക്കി കെട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതും കൊണ്ട് വന്നതെന്ന് 8 ലക്ഷം രൂപ എന്റെ പറ്റിച്ച 5 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് തിന്നിട്ടാണ് ഈ കാണിക്കുന്നത്. ഈ കണ്ട കടകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കോഴി ഫാം 2 കോഴി ഫാമിന്റെ ലൈസൻസ് ഇല്ല. ഈ 2 കോഴി ഫാമിന് ലൈസൻസ് ഇല്ല. ഇയാൾ ടിപ്പർ കൊണ്ടുവന്ന് ഈ വയലത്രയും നിമത്താണ്. അതിലൊന്നും ഒരു പരാതിയില്ലേ? ഇതുകൊണ്ട് എന്താണ് വിഷയം? നാട്ടുകാർക്ക് വിഷയം ഇവിടെ നാട്ടുകാർക്ക് വിഷയം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ഒരു കർവ് റോഡാണ്. അതിന് മാത്രമല്ല ഒരു ബിൽഡിങ്ങിന് ആവശ്യമായ പാർക്കിംഗ് കാര്യങ്ങൾ എന്നുള്ള കുറച്ച് നിയമ നടപടികളുണ്ട്. ഒരു ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കുമ്പോൾ അതിന് പെർമിഷൻ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ പറയണത്. ഇവനും അവന്റെ ചേട്ടനും 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ പറയണത്. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടായാലും നിങ്ങളുടെ സാമ്പത്തിക വിഷയം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു നിയമലംഘനമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആറ്റിങ്ങൽ കോരാണി കുറക്കട ജംഗ്ഷനാണ്. കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവർ പറയുന്നത് ഇവിടെ ഏതോ ഒരു ബിൽഡിംഗ് ഒക്കെ പണിതിട്ട് ഇത് നിയമവിരുദ്ധമായിട്ട് സർക്കാരിൻ്റെ ഭൂമി അധികരിച്ച് കയറി അവിടെ വീണ്ടും ബിൽഡിംഗ് പണിതെന്നൊക്കെയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരുടെ പരാതി. ചേട്ടാ, പറയാനുള്ള ആൾക്കാർ പറയട്ടാ, നിങ്ങളല്ലേ വിളിച്ചത്? ആരാ പറയുള്ളത്? നിങ്ങൾ പറ. ഈ ബിൽഡിങ്ങിൽ നമ്മുടെ നിലവിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു പെർമിഷൻ എടുത്തേക്കുന്നത് ഈ അകത്ത് കാണുന്ന ആ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് നിലവിലെടുത്തേക്കുന്ന പെർമിഷൻ. അതിനുശേഷം നിയമം കയ്യിലെടുത്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പെർമിഷൻ ഇല്ലാതെ ഇത് ഇറക്കി ചെയ്തു. ഇതിനെതിരെ ഞാൻ കഴിഞ്ഞ ദിവസം അഴൂർ പഞ്ചായത്താണെന്ന് കരുതി ഞാൻ അവിടെ പരാതി കൊടുത്തതിന് ശേഷം ഇദ്ദേഹം എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാനിവിടെ കർമ്മറാക്കിന് താമസിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. ഇവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് കിഴിവിലം പഞ്ചായത്ത് 2 വാർഡ് തിരിയുന്ന സ്ഥലമാണത്. അപ്പോൾ ഇത് കിഴിവിലം പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇതിൻ്റെ വരുന്ന നമ്പർ ഇട്ടേക്കുന്ന കിഴിവിലം പഞ്ചായത്താണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ കിഴിവിലം പഞ്ചായത്തിലോട്ട് ഇതിൻ്റെ വിവരം അറിയാനായിട്ട് കിഴിവിലം പഞ്ചായത്തിൽ പോയി. ഇതിൻ്റെ ഒരു പരാതി ഞാൻ കിഴിവിലത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയാണ് ഈ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവിടെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂറായിട്ട് ഞാൻ വേറൊരാൾ പരാതി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിന് അതിൻ്റെ നിയമം വച്ച് കഴിഞ്ഞാൽ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത്രയും മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നിയമം എടുത്തില്ല എന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്വാധീനമായിരിക്കാം, എനിക്കറിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, ഇതിപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് പണിതത് എന്താ പറയുക, നിയമവിധേയമാണ് പണിതത്. അതെ. അതിനുശേഷം ഈ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, അതായത് പെർമിഷൻ ഇല്ലാതെയാണ്. ഇതുകൊണ്ട് എന്താണ് വിഷയം? നാട്ടുകാർക്ക് വിഷയം? ഇവിടെ നാട്ടുകാർക്ക് വിഷയം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ഒരു കർവ് റോഡാണ്. അതിന് മാത്രമല്ല ഒരു ബിൽഡിങ്ങിന് ആവശ്യമായ പാർക്കിംഗ് കാര്യങ്ങൾ എന്നുള്ള കുറച്ച് നിയമ നടപടികളുണ്ട്. ഒരു ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കുമ്പോൾ അതിന് പെർമിഷൻ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ പറയണത്. ഇവനും അവന്റെ ചേട്ടനും 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ പറയണത്. 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ പറയണത്. ഇവന്റെ വസ്തു അഡ്വാൻസ് കൊടുത്ത് ലക്ഷം രൂപ പറ്റിച്ചവനാണ് ഈ രണ്ടുപേരും. തെളിവുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കാണിക്കണം. 8 ലക്ഷം രൂപ പറ്റിച്ചവനാണ് നിങ്ങൾ തെളിവ് കാണിക്കണം. ഒരു വണ്ടി വിറ്റ് തരുന്നില്ല. 4,85,000 രൂപ വാങ്ങിയിട്ട് വണ്ടി വിറ്റ് തരുന്നില്ല. പിന്നെ വസ്തുവിന് അഡ്വാൻസ് ഉള്ള 5 ലക്ഷം രൂപ തിരിച്ചു തരുന്നില്ല. ഇതാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവര് ലോക ഉടായ്പ് ആരെടുത്തോളം ചോദിച്ചു നോക്കും. ഇദ്ദേഹത്തിന്റെ സഹോദര കല്യാണത്തിന് നടത്തിയ പൈസ പോലും കൊടുത്തിട്ടില്ല. അത്ര പക്കാ ഫ്രോഡ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിളിച്ചോണ്ട് വന്നില്ലേ? 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഇവനാണ് 3 ലക്ഷം രൂപ പറ്റിച്ചോണ്ട് പോയത്. നീ 3 ലക്ഷം എന്തൊരു വിഷയമുണ്ടോ? നീ എന്റെ 5 ലക്ഷം രൂപ ഞാൻ തരാം. എന്റെ പേരിപ്പുണ്ട് 5 ലക്ഷം രൂപ എന്റെ വസ്തുവിന് അഡ്വാൻസ് ഇവന്റെ വസ്തു കോഴി ഫാം ഉണ്ടല്ലോ, കോഴി ഫാം പറഞ്ഞ 5 ലക്ഷം മക്കളെ പിടിച്ചാണ്. നിനക്ക് മക്കളുണ്ടാടാ? നിനക്ക് പടച്ചോ തന്നിട്ടുണ്ടാടാ? മക്കള് തന്നിട്ടുണ്ടാ? ആ സംസാരമൊന്നും വേണ്ട. നടന്ന കാര്യം അറിഞ്ഞിട്ട് സംസാരില്ലേ? 5 ലക്ഷം രൂപ പറ്റിച്ചോനാണ്. 5 ലക്ഷം രൂപ ഇവൻ 3 ലക്ഷം രൂപ പറ്റിച്ച് 8 ലക്ഷം രൂപ നിനക്ക് തരണ്ട. നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം. ഇവൻ വസ്തു കച്ചവടം ചെയ്തിട്ട് പൈസ തന്നില്ല. ഇവന്റെ ഒരു കോഴി ഫാം 40 ലക്ഷം രൂപ സമ്പാദിച്ച് 5 ലക്ഷം രൂപയുടെ അപ്പോസിറ്റ് കൊടുത്ത്
5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ഇവൻ പൈസ തന്നില്ല. ചേട്ടാ അതുകൊണ്ട് സാധൂകരിക്കാൻ പറ്റുമോ? ഏത് അതിന് വേണ്ടിയാണ് ഇവന്മാർ രണ്ടും അതുകൊണ്ട് ഇത് സാധൂകരിക്കാൻ പറ്റുമോ? ഏതാ ഇവരെ കാര്യമാണ് പറഞ്ഞത്. സഹോദരൻ നിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ഇടപെട്ടില്ല. എനിക്ക് നീ ആരാണെന്നും എനിക്കറിയില്ല. ഞാൻ ഇവര് സംസാരിച്ചതിനാണ് മറുപടി. 8 ലക്ഷം രൂപ ഇവർ തരാണ്ട്. 8 ലക്ഷം ഞാനും കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലും പരാതി ഇരിപ്പുണ്ട്. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ പരാതി ഇരിക്കൊണ്ടാണ് നമ്മൾ കൊടുത്തത്. അല്ലെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ ഒരു എന്നെ ചേട്ടാ എനിക്കറിയില്ല. ഇപ്പൊ എന്ത് വിഷയം ഉണ്ടായാലും നിങ്ങൾ സാമ്പത്തിക വിഷയം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു നിയമലംഘനമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം റോഡിലോട്ട് ചെയ്തിട്ടില്ല. റോഡിലോട്ട് ചെയ്തിട്ട് ഈ കണ്ട നിങ്ങൾ ജംഗ്ഷനിൽ എല്ലായിടവും പോയി നോക്കണം. എല്ലാവരും റോഡിലോട്ട് ഷീറ്റ് ഇടും. നമ്മളെ ഷീറ്റ് ഇട്ടിട്ട് ആ കമ്പി നില്ല നമ്മള് ആ കമ്പി മാത്രം നമ്മൾ ACP വെച്ച് ഭംഗിയാക്കി. ഈ കണ്ട കടകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കോഴി ഫാം 2 കോഴി ഫാമിന്റെ ലൈസൻസ് ഇല്ല. ഈ 2 കോഴി ഫാമിന് ലൈസൻസ് ഇല്ല. ഇയാൾ ടിപ്പർ കൊണ്ടുവന്ന് ഈ വയലത്രയും നിമത്തണ്. അതിനൊന്നും ഒരു പരാതി ഇല്ലേ? എനിക്ക് 4,85,000 രൂപ ഇയാളെ ടിപ്പർ എനിക്ക് വിറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. ടെസ്റ്റ് പണി ചെയ്ത് തരാന്ന് പറഞ്ഞു. സാമ്പത്തിക വിഷയം അന്വേഷിക്കുന്ന ആളല്ല എന്നോട് പറഞ്ഞത്. മീൻസ് ഞാൻ വന്നത് നിങ്ങൾ റോഡ് കയ്യേറി എന്നാണ് ഞാൻ വന്നത്. ചോദിച്ചു നോക്ക്. ഇതേ കണക്കിന് സാറേ ഈ കണ്ട എല്ലാ കടക്കാരും ചെയ്തേക്കണം. നിങ്ങൾ എല്ലാ കടയിലും പോയി നോക്കണം. എനിക്ക് മാത്രം പ്രത്യേക നിയമം ഇല്ലല്ലോ. എനിക്ക് മാത്രം പ്രത്യേക നിയമം ഉണ്ടോ? എല്ലാവരും നിയമലംഘനം ഉണ്ടായെന്ന് സമ്മതിക്കുന്നു. അല്ല ബാക്കി എല്ലാവരും നിങ്ങളെ നോക്കി കോൺക്രീറ്റ് ചെയ്യോ സിമന്റ് നിയമലംഘനം ഉണ്ടായെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്യുന്നു പറയുന്നു. എല്ലാവരും ഫ്രണ്ട് ഇറക്കി തന്നെയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് പോലും റോഡിലോട്ട് ഇറക്കിയിട്ടില്ല. 1 ഇഞ്ചും പോയിട്ട് ഞാൻ 6 സെന്റ് വില കൊടുത്തു മേടിച്ച വസ്തുവിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പൊതുമുതൽ കയ്യേറിയിട്ടില്ല. ഞാൻ പുറമ്പോക്കി കെട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതും കൊണ്ട് വന്നതിന് 8 ലക്ഷം രൂപ എന്റെ പറ്റിച്ച 5 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് തിന്നിട്ടാണ് ഈ കാണിക്കുന്നത്. സാർ എനിക്ക് സാമ്പത്തിക വിഷയം ഒന്നും അറിയില്ല. സോറി. ഞാനിവിടെ ഞാൻ പെങ്ങളെപ്പോലെ ഞാൻ സംസാരിക്കുന്ന ഒരു പെങ്ങളെ പോലെയാണ് ചേട്ടനെപ്പോഴും സംസാരിക്കുന്നത്. അതായത് ഈ പറയുന്ന നിങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വിഷയം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന റോഡ് കയ്യേറി ഇല്ലല്ല ഇതിപ്പോ ഞാനിപ്പോ ആവശ്യമില്ല. എന്റെ പേര് വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിൽ 1 രൂപ ഇദ്ദേഹം എനിക്ക് 1 രൂപ തന്നതിന് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ 1 രൂപ ഇദ്ദേഹം എനിക്ക് തന്നത് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ പണിക്കൊണ്ട് 3 ലക്ഷം രൂപ നിന്റെ ടിപ്പർ വിറ്റത്. എത്ര നാളാ നീ ഇങ്ങനെ ആളെ പറ്റിക്കണത്? മാഡം മലയാളിയല്ലേ? കർണാടക. ഓക്കെ. വാട്ട് ഈസ് യുവർ കംഫർട്ട് ലാംഗ്വേജ്? കന്നഡ മലയാളം എനിക്കറിയാം. പക്ഷേ എന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കാരണം ഞങ്ങള് ഈ പറയുന്ന ഇതും കൊണ്ട് നമ്മള് അവരെ വീട്ടിന്റെ മുമ്പത്ത് പോയിട്ട് പെട്ടീന്റെ കണക്കാണ് എന്റെ ഹസ്ബൻഡ് ഇരിക്കുന്നത്. നിങ്ങളെ സൈഡല്ല, അവര് മാധ്യമമാണ്. അവര് സത്യസന്ധമായി ചെയ്യും. അല്ല നിന്റെ പൈസ മേടിച്ചിട്ടല്ല വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇവൻ പറയണ ഇല്ലീഗല് ഞാൻ പരസ്യമായി പറയണേ. പൊതുജനങ്ങൾ അറിയിട്ട് ഞാൻ 6 സെന്റ് വസ്തുവിനകത്തേ ചെയ്തിട്ടുള്ളൂ. മനുഷ്യൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഞങ്ങൾ കുറക്കട വന്നു. ഈ പറയുന്ന സ്ഥാപനം കണ്ടു, ആൾക്കാരെല്ലാം കണ്ടു. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം സമ്മതിക്കുന്നു. ഈ പറയുന്ന സംസ്ഥാനത്തിലുടനീളം ഈ പറയുന്ന റോഡ് കയ്യേറി
നിർമ്മാണം നടക്കുന്നുള്ള വാസ്തവമാണ്. അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ അപ്പുറത്ത് ചോദിക്കുക, ഇവിടെ ചോദിക്കുമെന്ന് പറയുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബാക്കിയുള്ള ഭരണ സംവിധാനങ്ങളുമാണ്. ഇതേപോലെ ഒരുപാട് വീട്ടുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ വീടും കുടിലും ഒക്കെ പൊളിച്ചു മാറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ആ സമയത്താണ് ഇത്രയും കാശുകാരൊക്കെ ഇതെല്ലാം റോഡെല്ലാം കയ്യേറി അതിന് ശേഷം ഇതുപോലെ അപ്പുറത്ത് പോയി മാറ്റി ഇവിടെ പോയി മാറ്റുന്നത് പറയുന്നത്. ഇതൊക്കെ നോക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സർക്കാരാണ്. വിസ്മയത്തിന് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീ മലർ സൈനിങ് ഓഫ്.